ഹലോ നമസ്കാരം. എല്ലാവർക്കും മാസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. വേറൊന്നുമല്ല, അയർലാൻഡിൽ ഞങ്ങളൊരു പുതിയ വീട് വാങ്ങി. ആ വീട് വാങ്ങി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയത്നങ്ങളുണ്ട് അതിൻ്റെ പിറകിൽ. അപ്പം അത് ആ ഒരു വർഷം ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ മറ്റു പല കാര്യങ്ങളിലൂടെ കടന്നുപോയി ഞങ്ങൾ വീടെന്നൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. വീട്ടിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റി. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ സമയം എടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതൽ സമയത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. കാരണം വന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ 2 weeks 12 days ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതിൽ 2 വീക്കെൻഡാണ് കിട്ടിയത്. ഈ വീക്കെൻഡോട് കൂടിയിട്ട് ഈ വീക്കെൻഡ് അടക്കം ഞങ്ങൾ ആൻസ്റ്റൗൺ എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അത് ഉണ്ടായിരുന്നത്. എൻ്റെ നേരത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് സാധനമൊക്കെ ഇവിടെ കുറച്ച് അത്യാവശ്യം ഞങ്ങൾ സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു സ്റ്റോറേജിലേക്ക് ഗ്യാരേജിലേക്ക് എല്ലാ സാധനം കൂടി എന്താ പറയുക ഡംപ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇപ്പോഴും കംപ്ലീറ്റ്ലി നമ്മൾ അറേഞ്ച്ഡ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സന്തോഷം ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിന്നെ ഭാരയിൽ നിന്നുള്ളവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസ് വീട്ടിൻ്റെ എന്താ പറയുക വീഡിയോസൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇതാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെയും നമ്മൾ സെയിം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ഒരു വീഡിയോ നമുക്ക് എടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒറ്റയടിക്ക് നമുക്ക് കാര്യങ്ങൾ നടത്താം. അതാകുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന് നമുക്ക് കുറച്ച് വ്യൂസും കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുറേ ആയി നമ്മളുടെ ഒരു യൂട്യൂബ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതായിരുന്നു. കാരണം വീട് കാണാൻ പോവുക, എങ്ങനെയെങ്കിലും ഒന്ന് വീട് എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം കുറച്ച് മാസങ്ങളായിട്ട് നമ്മളുടെ ഒരു ലക്ഷ്യം. കാരണം വെച്ചാൽ അറിയാലോ, ഇവിടെ ഒരു വീട് എന്നുള്ളതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ജോബിനായിട്ട് വരുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പം അവർക്കൊക്കെ അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോസിൽ ചെയ്യാം. കാരണം ഒരു അക്കോമഡേഷൻ ആണ് ഇവിടുത്തെ മെയിൻ ഒരു ഫാക്ടർ. നമുക്ക് അക്കോമഡേഷൻ കിട്ടുക, അത് കിട്ടുമ്പോൾ തന്നെ എത്രത്തോളം നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരിക, അങ്ങനെ ഒരുപാട് കൺസേൺ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുവേ. പലരും വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ പറയുക, അക്കോമഡേഷൻ കിട്ടാത്ത പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ഇന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, അവരത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ധൈര്യമുണ്ട്. ഞാൻ അവരെ കണക്ട് ചെയ്ത ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും എന്താ പറയുക കണ്ടുപിടിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അക്കോമഡേഷൻ റെഡിയാവും. പക്ഷെ പ്രശ്നം ഇതാണ്, നമ്മൾ കുറച്ച് ദൂരെ ആയി പോവും, അല്ലെങ്കിൽ നല്ല റെന്റിലേക്ക് പോവും, പിന്നെ നമ്മൾ മാറേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയി അവസാനം നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം എനിവേ ഞാനിത് നീട്ടി പറയുന്നില്ല. നമുക്കിനി നേരെ നമ്മളുടെ എന്താ പറയുക വീടിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ ഓരോ വീടുകൾ കാണുമ്പോഴും അതായത് ഞങ്ങളുടെ ഓഫർ കൊടുക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിലും ചെറിയ ഇതിങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ എന്നുള്ള കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഈ വീട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കാണാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് ഈ കയറി വരുമ്പോൾ എന്താ പറയുക ഗ്രാനൈറ്റ് വലിച്ചിട്ടുള്ള ഒരു എൻട്രിയും പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഡോറ് ഒക്കെ സത്യം പറയുകയാണെങ്കിൽ തുടക്കം തന്നെ എന്നെ പ്രത്യേകിച്ച് ഒരുപാട് എനിക്ക് ഒരുപാട് എന്തൊരു ഫസ്റ്റ് ഇംപ്രഷൻ തരാന്ന് പറയില്ലേ, അങ്ങനൊരു സംഭവങ്ങളായിരുന്നു അതൊക്കെ. കാരണം ഇവിടെയുള്ള എല്ലാ ഡോർസ് ആൻഡ് വിൻഡോസും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അറിയാലോ, തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഡോർസ് ആൻഡ് വിൻഡോസും ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ഡബിൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള UPVC സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എൻട്രൻസ് ഡോർ പഴയ ഒരു എൻട്രൻസ് ഡോർ അതുപോലെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. പഴയതുപോലെ കീപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇതൊരു പഴയ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കയറി വരുമ്പം തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഒരു എന്താ പറയുക ആ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ കാണാം. അതായത് ഈ സ്റ്റോൺ, പ്രത്യേകിച്ച് ഈ വീടിൻ്റെ നെക്സ്റ്റ് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹോളാണ്.
ഈ ഒരു ഹാളിൽ കയറുമ്പം തന്നെ സത്യം പറയുകയാണെങ്കിൽ ഞാനങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊന്ന് ലോക്ക് ചെയ്തു. പറയുകയാണെങ്കിൽ ഈ വീട് നമുക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാം, എന്നൊന്ന് ട്രൈ ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു എൻട്രി ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം തീരുമാനിച്ചു. ഇത് ഈ കാണുന്ന പോലെ തന്നെ പഴയ ഒരു എന്താ പറയുക സ്റ്റോൺ കൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നല്ല വലിയ സ്റ്റോണുകളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഒരു കൺസ്ട്രക്ഷൻ 2 കാര്യമുണ്ട്. ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ആളുകൾ എന്താ പറയുക, ഭൂരിപക്ഷം ആളുകൾ ഇത് ഒഴിവാക്കി പോകാൻ കാരണവും ഇതൊക്കെ തന്നെ. കാരണം ഈ ഒരു സ്റ്റോൺ കൺസ്ട്രക്ഷൻ, സ്റ്റോൺ വോൾസും ഈ ഒരു ഫ്ലോറും ഈ ടൈൽ ഫ്ലോറും ഒരു പഴയ ഒരു ആൻറ്റിക് ടൈപ്പ് ഫ്ലോർ ടൈലിങ്ങും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് രണ്ടും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം ഹീറ്റിംഗ് നമുക്ക് കുറച്ച് ചിലവ് കൂടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫയർ പ്ലേസ് ഉണ്ട്, 2 ഫയർ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫയർ പ്ലേസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ചാർജോ അത് നമുക്ക് കൂടുതൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഫയർ പ്ലേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെയുള്ള ഈ ഫയർ പ്ലേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളിതിലങ്ങ് ചെയ്യായിരുന്നു. എനിക്ക് പറഞ്ഞതുപോലെ ആ എൻട്രൻസ് ഡോറും സ്റ്റോൺ വർക്ക് ചെയ്ത ഹോളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനും ആകെ ഫ്ലാറ്റായി. ഈ വീടിനോട് എന്താ പറയുക യെസ് പറയാനുള്ള ഓരോ റീസൺസ് ആയിരുന്നു അത്. പിന്നെ താഴെയുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂമൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള മിക്ക വീടുകളിലും താഴെ ഒരു ബെഡ്റൂം എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവാറില്ല. അപ്പോൾ അതും കണ്ടപ്പോൾ അതും ഒരു ബോണസായിട്ട് തോന്നി. പിന്നെ ഹോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ ആൻസ്റ്റൗണിന് അത്രയും എന്താ ഒരു കിച്ചണും ഒരു റൂമും എന്നുള്ള ഒരു രീതിയിൽ നിന്ന് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ വീട് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇത്രയും സ്റ്റോറേജ് സ്പേസും സ്പേഷ്യസ് ആയിട്ടുള്ള കുറേ ഹാളും ഒക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഫാമിലി റൂമും അതിനോട് ചേർന്നിട്ടുള്ള എന്താ ഗ്യാരേജ് സ്പേസും അതൊക്കെ കണ്ടപ്പോൾ എല്ലാം ഒരു എക്സ്ട്രാ ഒരു പ്ലസ് പോയിന്റ്സ് ആയിട്ട് തോന്നി. പിന്നെ കിച്ചൺ ആണെങ്കിലും എന്താ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ലൈറ്റൊക്കെ എത്തുന്ന നല്ല കിച്ചണായിട്ട് തോന്നി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ കണ്ണ് ആദ്യം പോവുക കിച്ചണിലോട്ടേക്കാണല്ലോ, എങ്ങനെയുണ്ട് കിച്ചൺ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ മുകളിലിപ്പം മാധുവിനെ സംബന്ധിച്ച് അവിടെയുള്ളൊരു കിഡ്സ് ബെഡ്റൂം അത് അവന് ഭയങ്കര ഹാപ്പിയായി. അവന് ഈ വീട്ടിൽ വന്നിട്ട് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. പിന്നെ കിഡ്സ് ബെഡ്റൂം കൂടാതെ മാസ്റ്റർ ബെഡ്റൂമും പിന്നെ വേറൊരു എക്സ്ട്രാ ഒരു ബെഡ് സ്പേസ് അതും ഉണ്ട്. അപ്പോൾ ബെഡ് സ്പേസ് ആണെങ്കിലും ഹോളാണെങ്കിലും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഹാപ്പിയായിരുന്നു ഞങ്ങൾ. പിന്നെ ഉള്ളത് നമ്മുടെ ബാക്ക് യാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് സമ്മർ തീരാറായി. ഇപ്പം സണ്ണി ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, എത്രയും പെട്ടെന്ന് ഈ പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഈ വീട്ടിലോട്ടേക്ക് തന്നെ മാക്സിമം സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങളും. പിന്നെ ഞങ്ങളിത് ഓക്കെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവനാണ്. ഞങ്ങളുടെ മൂത്ത ആളാണ് മാസു. അപ്പം മാസൂസ് വേൾഡ് ആണല്ലോ അല്ലേ. അപ്പം മാസുവിന് ഓരോ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്താ പറയുക, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ ഞങ്ങൾ പോയി കണ്ടുവരുമ്പോഴും മാസുവിന് ഒരുപാട് പോരായ്മകളാണ്. ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പോരായ്മകളാണ് മാസുവിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസു ആൻസ്റ്റോണിൽ ഒരു വലിയൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. മാസുവിന് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ആൻസ്റ്റോണിൽ. മാസു ആൻസ്റ്റോണിൽ നിൽക്കുന്ന തൊട്ട് മുന്നേ നിന്ന സ്ഥലം ആൻസ്റ്റോണിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഫെനറിലാണ് അവൻ്റെ ഫ്രണ്ട്സുകൾ പഠിക്കുന്നത്. ആ ഒരുപാട് ഫ്രണ്ട്സുകൾ, പിന്നെ ഞങ്ങളുടെ ആ വീടിൻ്റെ ഓണറും അവരുടെ ഫാമിലിയിലുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട് മാസുവിന്. മാസുവിന് പെട്ടെന്ന് അതങ്ങ് ഒഴിവാക്കി വരണം എന്നുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മാസുവിന് കിട്ടണം. അപ്പോൾ മാസു ഓരോ വീട്ടിൽ പോകുമ്പോഴും മാസു അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. പക്ഷെ ഈ വീട്ടില് മാസു ഈ റൂമിലേക്ക് കയറിയപ്പോൾ മാസു ഫുള്ളി ഹാപ്പി ആയി. കാരണം ഈ ബെഡാണ് മാസുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താ ഈ ബെഡിലുള്ള മാസുവിന് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. നമ്മള് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നമുക്കെല്ലാം ഇഷ്ടമായി ഈ റൂമിലേക്ക് വരുമ്പോൾ ഇതൊരു കിഡ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഒരു ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് മാസുവിനെ സംബന്ധിച്ചിടത്തോളം മാസു അത് കണ്ടോട് കൂടിയിട്ട് മാസു ഹാപ്പി ആയി. പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ മാസു ഹാപ്പി ആയിട്ടില്ല, അതെന്താ? ഇവിടെ ഒരു ആറ്റിക് ഉണ്ട്,
അവിടെ ഒരു ആക്ടിക്കിന്റെ മാസ്റ്റർ റൂമില്. ആറ്റിക് സത്യം പറയാനെങ്കിൽ അവിടെ അല്ല ഉള്ളത്, അത് ആറ്റിക്കിന്റെ ഭാഗം അവിടെയാണ് ഉള്ളത്. യെസ്, ഇവിടെ വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്ക് കിടക്കുന്ന ഇവിടുത്തെ ആറ്റിക് സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു യൂറോപ്യൻ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള ഒരു ആറ്റിക് ഏരിയ ഉണ്ടല്ലോ, അത് ഏകദേശം ആറ്റിക് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൂമുകളായിട്ട്. പക്ഷെ പിന്നെ നമുക്കൊരു ചെറിയൊരു ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ അത് മാസുവിന് അവിടെ ഡോറ് തുറന്നിട്ട് അന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി വന്ന ആൾ അത് ഡോറ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണിക്കുമ്പോൾ മാസുവിനൊരു അതൊക്കെയാണ് ഒരു ദുരൂഹതകളുള്ള കാര്യങ്ങളുണ്ടല്ലോ, മാസു അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളും കുറച്ച് ഹാപ്പിയായി. കാരണം മാസുവിന് നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള കാരണം അവന്റെ കുറെ ഫ്രണ്ട്സിനൊക്കെ ഇല്ലാണ്ടാക്കി. അവന്റെ ഒരു വർഷം അവൻ അവിടെ പഠിച്ച 2 വർഷത്തോളം പഠിച്ചല്ലോ അവിടെ. ആ ഒരു ഫ്രണ്ട്സിലെടുത്ത് അവന് പറിച്ചു നടുക എന്നുള്ളത് കാര്യം ഞങ്ങളൊരു വിഷമം. മാസു ഈ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പി. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഒരു മറ്റൊരു എന്താ പറയാ, ഈ ഒരു വീട് നമ്മള് ഓക്കെ പറയാൻ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു മറ്റൊരു കാര്യം അല്ലെ. മാസ്റ്റർ ബെഡ്റൂം എന്താ പറയാ, അത് ഞങ്ങളെ വേറൊരു കളർ നൽകി ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം, ഈ ഒരു ഏരിയ. കാരണം ഇതിനൊക്കെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നിന്നൊരു സ്പേസ് തന്നെയാണ്. ഞങ്ങൾക്ക് തിരിയാനും അറിയാനും അവിടെ സ്ഥലമില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നേ അവിടെ എന്തിനാണ്. പക്ഷെ പിന്നെ നമുക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായി. അപ്പം അതൊക്കെ ആയപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. പക്ഷെ എത്ര ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അതും മാത്രമല്ല, ഇവിടെയും കുട്ടികളെ വേറെ ബെഡ്റൂമിൽ കുട്ടികൾ മാറി കിടക്കുക തന്നെ വേണം. അപ്പം അതിൻ്റെ പുതിയ കുട്ടി ആയപ്പോൾ അവനെയും സെപ്പറേറ്റ് നമുക്ക് ഇവിടുത്തെ ഒരു ബാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള സ്പേസ് അവർക്ക് കൊടുക്കണം. അപ്പൊ അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പൊ അതൊക്കെയായിരുന്നു പ്രധാന ഘടകം. ആ കുട്ടി വരുന്നതിന് മുന്നേ ഞങ്ങൾക്കുള്ള ഒരു കൺസേൺസ് അതൊക്കെയായിരുന്നു, പെട്ടെന്ന് എന്നെ മാറാനുള്ള തോന്നാനുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്പേസും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം ഈ ഒരു ബെഡ്റൂമിലേക്ക്, ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു സ്പേസ്, നമുക്കൊരു ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് സ്പേസ്. പിന്നെ ഇതിന്റെ പ്രധാന വേറെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ നമുക്ക് നാട്ടിൽ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ റെന്റിന് പോകുന്ന പല വീടുകളാണെങ്കിൽ പോലും സ്റ്റോറേജ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഡ്രസ്സ് വെക്കാനും മറിച്ചതിനൊക്കെ ഒരു പ്രോപ്പർ സ്റ്റോറേജ് ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അത് ഒക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകി. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാത്റൂമാണ്. കാരണം ഇവിടുത്തെ ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു ഷവർ ഏരിയ ആണെങ്കിൽ ആ ഷവർ ഏരിയ അല്ലെങ്കിൽ ക്യൂബിക്കൽ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ മാത്രമേ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ GCC-ലാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ഏരിയ അല്ലെങ്കിൽ ബാത്റൂം ഏരിയ കംപ്ലീറ്റ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത് ശരിക്കും വെറ്റ് ബാത്റൂമാണ്, വെറ്റ് ഏരിയ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആ ഷവർ ഏരിയ മാത്രമേ ഒരു വെറ്റ് ഏരിയ, ബാക്കിയുള്ളത് ഡ്രൈ ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വെച്ചാൽ അവിടെ ഇച്ചിരി വെള്ളമായി കഴിഞ്ഞാൽ നേരെ അത് താഴത്തേക്ക് എത്തുന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ മറ്റൊരു പ്രശ്നം, ഈ കോൺക്രീറ്റ് ഫ്ലോറുകളല്ല ഇവിടെ പലതും. ഇവിടെ കംപ്ലീറ്റ് വുഡൻ സ്ട്രക്ചേഴ്സ് ആണ്. വുഡൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്ലോറുകൾ. ഇപ്പം വരുന്ന പുതിയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വുഡൻ ഫ്രെയിമും വുഡൻ വോളും ഉള്ള വീടുകളാണ് പലതും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അത് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ കഴിയുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചുമ്മാ ഒരു വുഡനല്ലോ കേട്ടോ, അത്യാവശ്യം നല്ല വാറണ്ടി ഒക്കെ കൊടുക്കുന്ന നല്ല പ്രീ സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാനൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം, ഈ വെള്ളത്തിന്റെ പ്രശ്നം വരുന്നത് നമ്മൾ ഈ ടോയ്ലറ്റ് യൂട്ടിലൈസേഷൻ, നമ്മൾ വെള്ളം പുറത്തേക്കെല്ലാം ആയി വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ ഒരു കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കിട്ടിയോണ്ട് അതൊരു പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. ഇനി വെള്ളം പുറത്തായി കഴിഞ്ഞാലും ഒന്നും നമുക്കൊരു പ്രശ്നം വരുന്നില്ല, കാരണം അത് ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട്. പിന്നെയുള്ള ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനുള്ള ഈ ഒരു ടോയ്ലറ്റ് അത് പിന്നെ ഓക്കെയാണ്, നമുക്ക് സെപ്പറേറ്റ് ഷവർ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇല്ല. അപ്പം ഇതൊക്കെ നമുക്ക് ഒരുപാട് ഈ ഒരു വീട്ടിൽ ഓക്കെ പറയുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഓക്കെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീട് വന്ന് കണ്ടപ്പോൾ.
അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. ഇവിടെ കുറേ വെജിറ്റബിൾസ്, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയൊരു ആടും കോഴിയൊക്കെ ആയിട്ടുള്ള വളർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പടിപടിയായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ടിപ്സൊക്കെ ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. പിന്നെ ഇനി അങ്ങോട്ട് നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു എന്തായാലും ഇതുവരെ തന്നൊരു സപ്പോർട്ട് ചെറുതല്ല. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അത്യാവശ്യം നമുക്കൊരു സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്ദി എല്ലാവരോടും. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.